വയനാട് ചുരത്തിനു മുകളിലൂടെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ റോപ്പ് വേ പദ്ധതിക്ക് വഴിയൊരുങ്ങുന്നു. പദ്ധതി നടപ്പാക്കാൻ KSIDCക്ക് സർക്കാർ അനുമതി നൽകി. വയനാട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ഗഡ്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി ഒരുങ്ങുന്നത്. വയനാട് ചുരത്തിന്റെ അടിവാരത്ത് ഒന്നാം വളവിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്ന് തുടങ്ങി മുകളിൽ ലക്കിടിയിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും റോപ്പ് വേ. അടിവാരം മുതൽ ലക്കിടി വരെ 3.9 കിലോമീറ്റർ ദൂരത്തിൽ 700 മീറ്ററോളം ഉയരത്തിലാണ് റോപ്പ് വേ വിഭാവനം ചെയ്യുന്നത്. 30നും 40നും ഇടയിൽ ടവറുകളിലായാണ് റോപ്പ് വേ തയ്യാറാക്കുക. 40 AC കേബിൾ കാറുകൾ ഉണ്ടാകും. ഒരു കേബിളിൽ 6 മുതൽ 8 വരെ ആളുകൾക്ക് യാത്ര ചെയ്യാം. ഒരേ സമയം 400ഓളം പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു വർഷത്തേക്കുള്ള യാത്രാ സമയം 15 മുതൽ 18 വരെ മിനിറ്റ് മാത്രം. നിലവിൽ ചുരത്തിൽ വാഹനങ്ങൾ ചുരുങ്ങിയത് 45 മിനിറ്റ് യാത്ര ചെയ്യണം. വനം വകുപ്പിൽ നിന്നുള്ള അനുമതിയാണ് പദ്ധതിക്ക് ഇനി വേണ്ടത്. അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. റോപ്പ് വേ കടന്നുപോകുന്ന 3.9 കിലോമീറ്റർ ദൂരത്തിൽ 1 കിലോമീറ്ററിലധികം ഭാഗം വനമേഖലയിലൂടെയാണ്. ഇതിന് പകരമായി 5 ഏക്കർ ഭൂമി നൂൽപ്പുഴയിൽ വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. വയനാട് ചുരത്തിന് മുകളിലൂടെ റോപ്പ് വേ പദ്ധതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. 2017 ഈ ലക്ഷ്യത്തോടെ വെസ്റ്റേൺ ഗഡ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി രൂപവൽക്കരിച്ചത്. ലക്കിടിയിൽ 1.5 ഏക്കർ ഭൂമിയും അടിവാരത്ത് 10 ഏക്കർ ഭൂമിയും പദ്ധതിയുടെ ടെർമിനലുകൾക്കായി വെസ്റ്റേൺ ഗഡ്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ടെർമിനലുകൾക്ക് വേണ്ടിയുള്ള സ്ഥലത്തെ പാർക്ക്, സ്റ്റാർ ഹോട്ടൽ, കഫ്റ്റീരിയ, ആംഫി തിയേറ്റർ, ഓഡിറ്റോറിയം എന്നിവ ആരംഭിക്കും. ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി ലക്കിടിയിൽ നിന്ന് വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിലൂടെയും കോഴിക്കോട് നിന്ന് അടിവാരം വരെയും പ്രത്യേകം ബസ് സർവീസുകളും ഉണ്ടാകും. അടിയന്തര ഘട്ടങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള രോഗികളെ അടിവാരത്ത് എത്തിക്കുന്നതിനു വേണ്ടി ആംബുലൻസ് കേബിൾ കാറുകളും ഒരുക്കിയിട്ടുണ്ട്. ചികിത്സാ രംഗത്ത് പരാധീനതകൾ ഏറെയുള്ള വയനാടിന് ഇത് ആശ്വാസമാകും. റോപ്പ് വേ ടെർമിനൽ വികസനം, ടൂറിസം സർക്യൂട്ട് ഉൾപ്പെടെ 200 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. Thunder 20 هنا. Hyper, let's go back with Thunder 20. Don't miss the chance.